ഓക്കെ. നമുക്ക് ഈ അടയുടെ ഈ സ്കിന്ന് ചെത്തി എടുക്കാം. ഈ സീല് ചെയ്യാത്ത തേൻ എടുക്കാൻ പറ്റില്ലല്ലോ. സീൽ ചെയ്യാത്ത തേന് മെച്യൂരിറ്റി എത്താത്ത തേനാണ്. ആ ക്യാപ്പ് ചെയ്യാത്ത തേന് മെച്യൂരിറ്റി എത്താത്ത തേനാണ്. ആ തേൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് പുളിപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. നന്നായിട്ട് മെച്യൂരിറ്റി എത്തിയ തേനെ ഇതുപോലെ ക്യാപ്പ് ചെയ്യുള്ളൂ. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ സ്കിൻ ഉണ്ടാവും. ഇത് ചെത്തി മാറ്റണം. ഈ ഇങ്ങനെ ചെത്തിയ ഫ്രെയിമിന് നമുക്ക് എക്സ്ട്രാക്ടർ, തേൻ എക്സ്ട്രാക്ടർ, ഇതാണ് തേനെടുക്കുന്ന മെഷീന്, ഇതിനകത്ത് വെക്കണം. ഇതൊരു വ്യത്യസ്ത ഇതാണല്ലോ. ഇതിൽ 4 ഫ്രെയിം പോവും. പിന്നെ മാത്രമല്ല അത് തേന് അട മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡിലേക്കും കറക്കാൻ പറ്റും. പറ്റൂലേ? അതെ. ഇതുപോലെ 4 അട ഒരുമിച്ച് നമുക്ക് ഇതിലേക്ക് വെക്കാല്ലേ. ഓക്കെ, എന്നാ അടുത്ത് എടുക്കാല്ലേ. ഈ തേൻ എന്താ വൈറ്റ് കളറാണത്? ഇത് പല കളറിലും നമുക്ക് തേൻ കിട്ടും. ഒരു സീസണിൽ തന്നെ ചുമന്ന കളറിലും വൈറ്റ് കളറിലും ഡാർക്ക് കളറിലൊക്കെ തേൻ കിട്ടും. ഈ ഓരോ ഭാഗത്തുള്ള പൂക്കളൊക്കെ അനുസരിച്ചാണ് അതിന്റെ കളറിലും സ്മെല്ലിലും ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും.